സംസ്ഥാനത്തെ കാലാവധി പൂർത്തിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേറ്റിരിക്കുകയാണ്. UDF ആണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. അത് എല്ലാ മേഖലകളിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക്, ജില്ലാ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളെല്ലാം തന്നെ UDFന് വ്യക്തമായ മേധാവിത്വമുണ്ട്. കോർപ്പറേഷനുകളിൽ ആകെയുള്ള 6-ൽ 4ഉം UDF ആണ് സ്വന്തമാക്കിയത്. അതിൽ തന്നെ തിളക്കമാർന്ന വിജയം കോൺഗ്രസ് നേടിയ കോർപ്പറേഷനുകളിൽ ഒന്ന് എറണാകുളം കൊച്ചിയിലെ കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണ കൈവിട്ട കോർപ്പറേഷൻ ഇത്തവണ UDF അത്യുജ്വല വിജയത്തോടെ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൊച്ചി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് വീണ്ടും എത്തിയിരിക്കുകയാണ്. പുതിയ വികസന പദ്ധതികളും കാഴ്ചപ്പാടുകളും ഒക്കെ അവതരിപ്പിക്കാനായിട്ടാണ് കോൺഗ്രസ് ഇവിടെ ഇത്തവണ അധികാരമേൽക്കുന്നത് എന്നാണ് നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത്. ഇന്ന് രാവിലെ 11:30 ആരംഭിച്ച സത്യപ്രതിജ്ഞ ചടങ്ങ് 1.5 മണിക്കൂർ നീണ്ടു. 1 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ അവസാനിച്ചത്. നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗമായ നിർമ്മല ടീച്ചർ, കോൺഗ്രസിന്റെ നിർമ്മല ടീച്ചർ, കോർപ്പറേഷനിലെ 12ാം വാർഡായ ഗാന്ധിനഗറിൽ നിന്നുമാണ് നിർമ്മല ടീച്ചർ മത്സരിച്ച് വിജയിച്ചത്. CPMലെ മായാദേവിയെ 20 വോട്ടുകൾക്കാണ് നിർമ്മല ടീച്ചർ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന അംഗം എന്ന നിലയിൽ നിർമ്മല ടീച്ചറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. എറണാകുളം ജില്ലാ കളക്ടർ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പിന്നീട് 1ാമത്തെ വാർഡ് എന്ന നിലയിൽ 1 മുതലുള്ള വാർഡുകൾ എന്ന നിലയിൽ ക്രമത്തിൽ 76 വാർഡ് വരെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ അധികാരമേറ്റു. ആദ്യം സത്യപ്രതിജ്ഞ അധികാരമേറ്റ നിർമ്മല ടീച്ചറാണ് ഈ പറയുന്ന മറ്റുള്ള അംഗങ്ങൾക്കെല്ലാം തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു വിജയമാണ് ഇത്തവണ സ്വന്തമാക്കിയത്. ആകെയുള്ള 76 വാർഡുകളിൽ 46ഇടത്തും UDF വിജയം കൈവരിച്ചു. ഒപ്പം തന്നെ UDFന്റെ ഒരു സ്വതന്ത്രനും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 47 അംഗങ്ങളാണ് UDFന് ഇത്തവണത്തെ കൗൺസിലിൽ ഉള്ളത്. LDFനെ സംബന്ധിച്ച് 23 ഇടങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. 6ഇടത്ത് NDAയും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം, ഏതാണ്ട് 3-2 ഭൂരിപക്ഷത്തിനോട് അടുത്തുള്ള ഒരു വിജയമാണ് UDF ഇത്തവണ നേടിയത്. അതിൽ ഈ പറയുന്ന പോലെ UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പറയേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല. സതീശന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ വിജയത്തില് നിർണായക ഘടകങ്ങളായിട്ട് മാറി. ഒപ്പം തന്നെ ഇന്ന് ഈ UDFന്റെ അംഗങ്ങൾ, ഈ 47 അംഗങ്ങളും സത്യപ്രതിജ്ഞയ്ക്കായിട്ട് എത്തിയത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രകടനമായിട്ടാണ്. വലിയ ആഘോഷങ്ങളോടുകൂടി ഈ 47 അംഗങ്ങളും മുനിസിപ്പൽ കൗൺസിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കെട്ടിടത്തിലേക്ക് എത്തുകയായിരുന്നു. പുതുതായിട്ട് പണി കഴിപ്പിച്ച കോർപ്പറേഷൻ ഓഫീസിലാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ കൗൺസിലിന്റെ ആദ്യത്തെ യോഗവും നിർമ്മല ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്നു. ആ യോഗത്തിൽ മറ്റ് കാര്യപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷൻ സെക്രട്ടറി ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നടത്തി. ഈ മാസം 26-നാണ് മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അത് ആ ഒരു അറിയിപ്പോടുകൂടി കൗൺസിൽ യോഗം അവസാനിക്കുകയും പരിപാടികളെല്ലാം തന്നെ അവസാനിക്കുകയും ചെയ്തു. 26-ാം തീയതി നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ് ഇത്തവണ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണ മുരടിപ്പിനെതിരെ, അഴിമതിക്കെതിരെ ഒക്കെ തന്നെ ശക്തമായ പോരാട്ടം നയിച്ചാണ്, പ്രചരണം നടത്തിയാണ് UDF വിജയത്തിലേക്ക് ഏറിയത്. അതുകൊണ്ട് തന്നെ ആ തെറ്റുകളെല്ലാം തന്നെ തിരുത്തുന്നതിനുള്ള നടപടികൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കൂടുതൽ പുതിയ വികസന കാഴ്ചപ്പാടുകൾ, നഗരത്തിലെ വെള്ളക്കെട്ടുൾപ്പെടെ കുടിവെള്ള പ്രശ്നം, ഒപ്പം തന്നെ തെരുവുനായ ശല്യം, മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള നിരവധി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ തന്നെ പരിഹരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലും പറഞ്ഞിരുന്നു. ആ പദ്ധതികൾ ഓരോന്നും നടപ്പാക്കാനുള്ള
ബാധ്യതയാണ് ഇനി UDF-ന്റെ ഭരണസമിതിക്കുള്ളത്. അത് ഓരോന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ മുൻഗണനാക്രമത്തിൽ ഓരോ പദ്ധതികളും നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാം UDF-ന്റെ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് പുതിയ ഒരു ഭരണസമിതി കോർപ്പറേഷനിൽ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ നാഥൻ ആരാണെന്ന് വരുന്ന 26-ാം തീയതി നമുക്ക് അറിയാം.